തൃശൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം കുത്തനെ ഉയരുന്നു. കഴിഞ്ഞ മാസം മാത്രം 57 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. മെയ് 28 മാത്രം 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി ഉപകാരമില്ലാതെയായി. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. തൃശൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം കുത്തനെ ഉയരുന്നു. കഴിഞ്ഞ മാസം മാത്രം 57 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. മെയ് 28 മാത്രം 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. വയറിളക്ക രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് DMO അറിയിച്ചു. മഴക്കാലമായതിനാലും ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിലും പൊതുജനം പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും പഴകിയ ഭക്ഷണം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമായ ഹെപ്പറ്റൈറ്റിസ് A, E എന്നിവ മലിനമായ ആഹാരവും കുടിവെള്ളവും വഴിയാണ് പകരുന്നത്. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും മറ്റും പച്ചവെള്ളത്തിൽ ചൂടുവെള്ളം കലർത്താതെ നിർബന്ധമായും കുടിവെള്ളം പൂർണ്ണമായും തിളപ്പിച്ചാറ്റി മാത്രം വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. രോഗബാധയ്ക്ക് മഴക്കാലത്ത് അനുകൂല സാഹചര്യങ്ങളുള്ളതിനാൽ വയറിളക്ക രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് DMO അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി ഉപകാരമില്ലാതെയായി. വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനം വകുപ്പ്. പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. വെറ്റിലപ്പാറ, പിള്ളപ്പാറ, പായമക്കടവ് എന്നിവിടങ്ങളിൽ ഈയടുത്ത് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നിടും മുമ്പേ തകർന്നു വീണത്. വെറ്റിലപ്പാറ, പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമക്കടവിൽ 3ഇടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത്. തൂക്കുവേലി നിർമ്മാണത്തിലെ അപാകതയാണ് ആനക്കൂട്ടത്തിന് തൂക്കുവേലികൾ തകർക്കാൻ എളുപ്പമായതെന്നാണ് ആരോപണം. വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നത് മൂലം വൈദ്യുതിയുടെ പ്രഹരം കുറയും. ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർന്നിരിക്കുന്നത്. വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനം വകുപ്പ്. പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നബാർഡിന്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ 2.24 കോടി രൂപ ചെലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത്. ചാലക്കുടി പുഴയോരത്ത് അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണംകുഴിത്തോട് വരെയുള്ള 18 കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നത്. ഇതിനു പുറമെ ചാലക്കുടി, വാഴച്ചാൽ ഡിവിഷനുകളിലായി 80 കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട്. ഇത്രയുമധികം ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ്. വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച്, വൈദ്യുത വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൗരോർജ്ജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും കോടികൾ ചെലവിട്ട ഈ പദ്ധതിയും അവതാളത്തിലാക്കി. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. സംഭവത്തിൽ സൈബർ പോലീസിന് വീട്ടമ്മ പരാതി നൽകി. പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത്. ട്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ച് മുറിക്ക് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാരൻ. ഇതോടെ 1.5 ദിവസം വീട്ടമ്മ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന 3 ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യം. ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശം. 2,60,000 രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി. അപ്പോഴും വിവരം പുറത്തു പറഞ്ഞില്ല. അക്കൗണ്ടിന്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല. ഇതോടെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ നിർദ്ദേശം. പല ഗഡുക്കളായി 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ ട്രീസയ്ക്ക് സംശയം തോന്നി. അയൽവാസിയോട് വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സംഭവത്തിൽ സൈബർ സെല്ലിലടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ. മീഡിയ ടൈം, ചാലക്കുടി.
തൃശൂർ വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിനു സമീപത്തെ വില്ലേജ് ഓഫീസിലാണ് മോഷണ ശ്രമം നടന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓഫീസിന്റെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ഓഫീസിനകത്തെ അലമാരകൾ കുത്തി തുറന്ന നിലയിലാണ്. രാവിലെ ഓഫീസ് തുറക്കാൻ ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പണമോ മറ്റു രേഖകളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച മധ്യവയസ്കന് കുന്നംകുളം പോക്സോ കോടതി ജീവപര്യന്തം 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്നും വിധിയിലുണ്ട്. പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് പോക്സോ കോടതി ജഡ്ജസ് ലിഷ ശിക്ഷിച്ചത്. സിമന്റ് പണിക്കാരനായ പോർക്കുളം വെസ്റ്റ് മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2024 ജൂലൈ 21 മങ്ങാട് കൊട്ടിയാട്ടുമുക്ക് അമ്പലത്തിൽ പാട്ടുവെച്ച സമയം ചെണ്ട കൊട്ടി കളിക്കുകയായിരുന്ന 11-കാരനെ പാടത്തേക്ക് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. പഴഞ്ഞിയിൽ പെരുന്നാളിന് പോയി വന്ന ബന്ധുക്കൾ കുട്ടി പാടത്തു നിന്നും ചെളിപുരണ്ടു വരുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും MDMA-യുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡൻസാഫ് കൊടുങ്ങല്ലൂർ പോലീസ് ചേർന്ന് പിടികൂടി. അഴീക്കോട് കപ്പൽ ബസാർ ചിറക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് പിടികൂടിയത്. ജില്ലയിൽ പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേകമായി ഡൻസാഫിന്റെ പരിശോധനയുടെ ഭാഗമായാണ് പ്രതിയെ പിടികൂടിയത്. 34 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായുള്ള വ്യാപക പരിശോധനയിൽ കൊടുങ്ങല്ലൂർ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 34 ഗ്രാം ഹാഷിഷ് ഓയിലും ബൈക്ക് സഹിതം കയ്പമംഗലം കുമ്പളത്തുപറമ്പിൽ വീട്ടിൽ ഗോകുലിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് VS-ഉം സംഘവും പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ്, സുനിൽ PR, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് T, സിജാദ് K, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നിം K, എക്സൈസ് ഡ്രൈവർ വിൽസൺ K എന്നിവർ ഉണ്ടായിരുന്നു. തൃശൂർ പഴയന്നൂർ കൊണ്ടാഴിയിൽ ബസ്സിനു പുറകിൽ കാറിടിച്ച് കയറിയ അപകടം. കൊണ്ടാഴി തൃപ്തംതളി ക്ഷേത്രത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലാണ് കാർ ഇടിച്ചു കയറിയത്. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിന് പുറകിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന യുവാവിന് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ഇരിങ്ങാലക്കുടയിൽ ജൂലൈ 10 മുതൽ 13 വരെ നടക്കുന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ മാള മണ്ഡലതല സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. K. വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, TN വേണു, VM വത്സൻ, A. ഹക്കീം, KV സുജിത് ലാൽ, KP സലി, മിനിത ബാബു, KK ബിനേഷ്, MK ബാബു, CN സുധാർജുനൻ, P. വാസുദേവൻ, PK അലി, ഇന്ദിര ദിവാകരൻ, സംഗീത അനീഷ്, VS ഗോപാലകൃഷ്ണൻ, രമ്യ ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. ചേന്നമംഗലം സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ 13 ഭരണസമിതി അംഗങ്ങളും 2 മുൻ സെക്രട്ടറിമാരും ഉൾപ്പെടെ 25 പേർക്കെതിരെ വിജിലൻസ് കേസെടുത്തു. ഭരണസമിതി അംഗമായിരുന്ന കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ലിജോ കൊടിയൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ വിജിലൻസ് SP നടത്തിയ അന്വേഷണത്തിലാണ് കേസെടുത്തത്. അധികാര ദുർവിനിയോഗം നടത്തി ബാങ്കിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയവരിൽ നിന്നും 20.4 കോടി എത്രയും വേഗം തിരിച്ചുപിടിക്കണമെന്ന LDF ചേന്നമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ജോർജ് ബാസ്റ്റിൻ, KS ശിവശങ്കരൻ, ലിജോ കൊടിയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള യൂത്ത് ഫ്രണ്ട് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുരിങ്ങൂരിൽ നടത്തിയ ചടങ്ങ് ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം നിർവഹിച്ചു. AS ശ്യാം അധ്യക്ഷനായി. നേതാക്കളായ പോളി ഡേവിസ്, പോളി റാഫേൽ, കാവ്യ ശ്യാം എന്നിവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ ഔഷധ സസ്യകൃഷിയുടെ ആദായ വിതരണവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കലാഭവൻ മണി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി.
പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ മുഖ്യാതിഥിയായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ വകുപ്പ് തല ഉദ്ഘാടനം നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലം നിറയ്ക്കും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യത്തിനും ആവശ്യമായ നെൽക്കതിരും അരിയും സ്വന്തം മണ്ണിൽ ജൈവ കരനെൽ കൃഷിയിലൂടെ ലഭ്യമാക്കുന്നതിന്റെ ഞാറുനടിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, അഗ്രികൾച്ചറൽ റിസോഴ്സ് പേഴ്സൺ MK ഉണ്ണി, ദേവസ്വം മാനേജർ K വിനോദ്, സുരേന്ദ്രവർമ്മ, ഉണ്ണികൃഷ്ണൻ വാടകപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ആമിന അൻവർ അധ്യക്ഷത വഹിച്ചു. ജാനകി സുജനബാലൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹേന, പഞ്ചായത്ത് സെക്രട്ടറി രഹന P ആനന്ദ്, വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം കുത്തനെ ഉയരുന്നു. കഴിഞ്ഞ മാസം മാത്രം 57 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. മെയ് 28 മാത്രം 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി ഉപകാരമില്ലാതെയായി. ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. പല ഗഡുക്കളായി 40,000 രൂപയോളം വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.